സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടക്കിയത് സംസ്ഥാനം ഓവർഡ്രാഫ്റ്റിലേക്ക് പോകാതിരിക്കാൻ. ശമ്പളത്തുക ട്രഷറിയിൽ നിന്ന് പിൻവലിച്ചാൽ സംസ്ഥാനം രൂക്ഷ ധനപ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് വിലയിരുത്തൽ. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ ലഭിച്ചാൽ മാത്രമേ ശമ്പളം ട്രഷറിയിൽ നിന്ന് പിൻവലിക്കാൻ ജീവനക്കാർക്ക് സാധിക്കുകയുള്ളൂ. ഞായറാഴ്ചയായതിനാൽ ഇന്നും ശമ്പളം ലഭിക്കില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്നത്. 2 മാസങ്ങൾക്ക് മുമ്പാണ് സംസ്ഥാനം അവസാനമായി ഓവർഡ്രാഫ്റ്റിലേക്കും പോയത്. അതിരൂക്ഷമായ ധനപ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിലവിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൂടി പിൻവലിക്കുകയാണെങ്കിൽ ട്രഷറി ഓവർഡ്രാഫ്റ്റിലേക്ക് മാറും. ഈ സാഹചര്യം ഒഴിവാക്കാനായിട്ടാണ് ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നത്. ശമ്പളം അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ കഴിയാത്തത് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. ഡിജിറ്റൽ ട്രാൻസ്ഫറിലൂടെ പോലും ശമ്പളം പിൻവലിക്കാൻ സാധിക്കുന്നില്ല. ട്രഷറി വഴി പൂർണ്ണമായും ജീവനക്കാരുടെ ശമ്പളത്തെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും അടിയന്തരമായി ലാഭവിഹിതം ട്രഷറിയിൽ നിക്ഷേപിക്കാനാണ് ധനകാര്യ സെക്രട്ടറി നിലവിൽ ഉത്തരവിറക്കിയിരിക്കുന്നത്. 5 മുതൽ 8.5% വരെയാണ് തുക നിക്ഷേപിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പലിശ ഓഫർ. ഉയർന്ന പലിശ നൽകി അധിക സാമ്പത്തിക ബാധ്യത ഏൽക്കേണ്ടി വന്നാലും നിലവിലെ പ്രതിസന്ധി പുറലോകമറിയാതിരിക്കാൻ പെടാപ്പാടുപെടുകയാണ് ധനവകുപ്പ്. അതേസമയം കേന്ദ്ര സഹായമായ 4000 കോടി രൂപ ലഭിച്ചിട്ടും സംസ്ഥാനത്തിന് ധനപ്രതിസന്ധിയിൽ നിന്നും കരകയറാനായിട്ടില്ല. ജനം, തിരുവനന്തപുരം.